പുറകിൽ ആരൊക്കെയാണ് കളിച്ചതെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തിയത് അതുപോലെ തന്നെ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലം സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പിടിച്ചുലുക്കിയത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ കിച്ചുവിൻ്റെ വെളിപ്പെടുത്തലുകൾ ആയിരുന്നു. എന്നാൽ കഥ ആകെ മാറിയിരിക്കുകയാണ്. ദുബായിൽ പോയിരുന്ന രേണു സുധി തിരികെ നാട്ടിലെത്തിയപ്പോഴേക്കും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെ കണ്ട് കിച്ചുവിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഒരു മറുപടിയല്ല, തന്നെ ഡ്രഗ് മാഫിയ എന്ന് വിളിച്ചവർക്കും താൻ സാധാരണ പിടിച്ചു പറ്റാൻ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞവർക്കും രേണു ചുട്ട മറുപടിയാണ് നൽകിയിരിക്കുന്നത്. മറുഭാഗത്ത് ഇനി തനിക്കെതിരെ പെണ്ണുകേസ് വരെ വന്നേക്കാം എന്ന് പറഞ്ഞ് കിച്ചും രംഗത്തെത്തിയിരിക്കുന്നു. ശരിക്കും ഈ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത്? രേണുവിൻ്റെ പുതിയ അഭിമുഖങ്ങൾ അവർ പറയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം അഴിച്ചുമണി പരിശോധിക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദുബായിലെ പരിപാടികൾ കഴിഞ്ഞ് നാട്ടിലെത്തിയ രേണുവിനെ കാത്ത് വിമാനത്താവളത്തിൽ ഓൺലൈൻ മീഡിയക്കാർ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് കിച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള രേണുവിൻ്റെ പ്രതികരണമായിരുന്നു. വളരെ പക്വതയോടെയും മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെയുമാണ് രേണുവോട് സംസാരിച്ചത്. രേണു പറഞ്ഞ ചുരുക്കം ഇതാണ്: കിച്ചുവിന് ഇപ്പോൾ 22 വയസ്സായി. അവൻ പ്രായപൂർത്തിയായ ഒരു യുവാവാണ്. അവൻ സ്വന്തമായ അഭിപ്രായങ്ങളും ആരോപണങ്ങളൊക്കെ കാണും. അവൻ സ്വന്തമായി സമ്പാദിക്കാൻ ജീവിക്കാനും ഒക്കെ പ്രാപ്തനാക്കി. എനിക്ക് അവനോട് ഒരു ദേഷ്യവുമില്ല. കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയുക, അവൻ വന്ന് പറയുന്ന അവൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമായിട്ട്. സുധിച്ചേട്ടൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല, കിച്ചുവിനെ നേരിട്ട് കുറ്റപ്പെടുത്താതെ. എന്നാൽ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ കിച്ചുവിനെ ആരോ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് രേണു ആവർത്തിച്ച് പറയുന്നുണ്ട്. യൂട്യൂബിൽ വ്യൂസും റീച്ചും കിട്ടാൻ വേണ്ടി ചില വ്ളോഗർമാർ കിച്ചുവിനെ കരുവാക്കുകയാണെന്ന് രേണു വിശ്വസിക്കുന്നു. എനിക്ക് 6 വയസ്സുകാരനായ ഋതപ്പന് വേണ്ടി ജീവിച്ചേ മതിയാവുമെന്ന് രേണു മാധ്യമങ്ങളോട് പറഞ്ഞത്. എനിക്കെന്തായാലും ജീവിക്കണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഋതപ്പൻ 6 വയസ്സേ ഉള്ളൂ, അവൻ കുഞ്ഞാണ്. അവന് വേണ്ടിയിട്ട് എന്തായാലും ജീവിച്ചേ പറ്റും. ആരും തന്നെ മാനിപ്പുലേറ്റ് ചെയ്തതല്ല എന്ന് പറഞ്ഞ് ഇതിന് പിന്നാലെ കിച്ചു തൻ്റെ യൂട്യൂബ് ചാനലിൽ വ്യക്തമായ മറുപടിയും വന്നു. തൻ്റെ വീഡിയോയ്ക്ക് താഴെ കിച്ചു ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരുന്നു. അതിൽ അവൻ പറയുന്നത്: എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല, ഞാൻ വീഡിയോ ഇട്ടത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഋതപ്പനെ ഇനി കാണാൻ പറ്റുമെന്ന പേടി കൊണ്ടാണ് ഞാൻ ഇത്ര നാൾ മിണ്ടാതിരുന്നത്. എന്ന് മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിലെ ലൈവിൽ വന്ന് കിച്ചു വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇനി തനിക്കെതിരെ താൻ ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് ആരോപണം വരെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് കിച്ചു പറഞ്ഞത്. എന്നർത്ഥത്തിലാണ് കിച്ചു അങ്ങനെ പറഞ്ഞതെന്ന് വ്യക്തമല്ല. തന്നെ തകർക്കാൻ രേണുവിൻ്റെ ഭാഗത്തു നിന്നോ വേറെ ആരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ എന്ന് കിച്ചു സംശയിക്കുന്നുണ്ടോ? അത് ഇതൊരു മുൻകൂർ ജാമ്യമാണോ? എന്തായാലും കിച്ചു പറയുന്നത് ഇതൊന്നും തന്നെ വാദിക്കില്ല, താൻ ഓക്കെയാണെന്നാണ്. രേണുവിനെതിരായ അടുത്ത വിമർശനം: ഇൻസ്റ്റഗ്രാമിൽ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടതിന് തൊട്ടു പിന്നാലെ ഒരു ഡാൻസ് വീഡിയോ ഇട്ടതായിരുന്നു. ഇതിന് രേണു നൽകിയ മറുപടി കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. രേണു പറഞ്ഞ ഇങ്ങനെയാണ്: എൻ്റെ മാനസിക വിഷമം വന്നപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ പറഞ്ഞു, രേണു ഇങ്ങനെ കരഞ്ഞിരിക്കാൻ പാടില്ല, നല്ല വീഡിയോ ഇടണമെന്ന്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടു. ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻ പേജിലാണ് അത് ഇടുന്നത്. അത് എനിക്ക് പൈസ കിട്ടുന്ന കാര്യമാണ്. ഞാനത് ഇടുമ്പോൾ ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യുകയും എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ സുഹൃത്തുക്കളെ, വിമർശനങ്ങളെ അവർ ഒരു ബിസിനസ് പ്രൊമോഷനായി കാണുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. തനിക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണം, അതിൽ മറ്റുള്ളവർക്ക് എന്താണ് ഇത്ര കുഴപ്പമെന്നാണ് രേണു ചോദിക്കുന്നത്. ഷഫീന ബീവി എന്ന വ്ളോഗർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് രേണു ഈ അഭിമുഖത്തിൽ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ദുബായിലേക്ക് രേണു അടിക്കടി പോകുന്നതിന് പിന്നിൽ ഡ്രഗ് മാഫിയ ആണെന്ന തരത്തിലുള്ള വിമർശനങ്ങളോട് രേണു പ്രതികരിച്ചത് വളരെ രൂക്ഷമായാണ്. ഇവിടെ എയർപോർട്ടിനകത്തിരിക്കുന്നവരൊക്കെ എന്നെ ബുദ്ധിയുള്ളവരല്ലേ, അവർ വെറുതെ എന്നെ കടത്തി വിടുവോ? ഈ പെട്ടിയും പ്രമാണവും എല്ലാം സ്കാൻ ചെയ്തിട്ടല്ലേ കയറ്റി വിടുന്നത്? തീർത്താത്ത പറയട്ടെ, തീർത്താത്ത പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഒപ്പം തന്നെ വിമർശിക്കുന്ന ഷഫീന ബീവിയുടെ വ്യക്തിജീവിതത്തെ രേണു വെറുതെ വിട്ടില്ല. അവർക്ക് 3-4 ഭർത്താക്കന്മാരുണ്ടെന്നും അവരാണ് തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതെന്നും രേണു തിരിച്ചടിച്ചു. തന്നെ സജീന ഫിറോസിനെ പോലുള്ള വ്ളോഗർമാരും ബിഗ് ബോസ് താരമായ ശ്രീലക്ഷ്മിയൊക്കെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും തനിക്കൊപ്പം ആളുകൾ ഉണ്ടെന്ന് രേണു ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിനിടയിൽ കിച്ചു ഉന്നയിച്ച മറ്റൊരു ആരോപണമായിരുന്നു സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നത്. ഇതിന് മറുപടിയുമായി രേണു രംഗത്തെത്തി. സുധിച്ചേട്ടൻ മരിച്ച ദിവസം ഞാൻ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അന്ന് ട്യൂബിട്ട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു തൻ്റെ അച്ഛൻ. ഞാൻ അന്ന് എവിടെയും പോയിട്ടില്ല. ആരാണ് ഫുഡ് കഴിക്കാൻ പോയതെന്ന് കിച്ചിനോട് തന്നെ ചോദിക്കുക എന്നാണ് രേണു പറഞ്ഞത്. അതുപോലെ തന്നെ രേണുവിൻ്റെ സഹോദരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. സുധിയുടെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് കിച്ചുവിൻ്റെ കുടുംബത്തിനാണെന്നും തങ്ങൾക്ക് നാട്ടുകാർ തെറി മാത്രമാണ് കേൾക്കേണ്ടി വന്നതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ പ്രതികരണത്തെ പല യൂട്യൂബർമാരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സുധിയുടെ മരണം കൊണ്ടല്ല നാട്ടുകാർ തെറി വിളിക്കുന്നത്, മറിച്ച് രേണു കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് പലരും പറയുന്നത്.
സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് അച്ഛൻ നഷ്ടപ്പെട്ട സ്നേഹം കിട്ടാതെ വളർന്ന കിച്ചു എന്ന 22-കാരൻ, മറുവശത്ത് 6 വയസ്സുകാരനായ മകന് വേണ്ടി ജീവിക്കാൻ കഷ്ടപ്പെടുന്ന, നിരന്തര സൈബർ അറ്റാക്ക് നേരിടുന്ന രേണു എന്ന സ്ത്രീ. കിച്ചു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാകട്ടെ എന്ന് രേണു പറയുന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള അകലം വളരെ വലുതായി കഴിഞ്ഞു. ദിവസവും ഓരോ പുതിയ വെളിപ്പെടുത്തലും വിവാദങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുടുംബ പ്രശ്നമായി ഒതുങ്ങേണ്ടതിന് പകരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ്. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കിച്ചുവിൻ്റെ സങ്കടങ്ങളാണോ അതോ രേണുവിൻ്റെ മറുപടിയിലാണ് ന്യായം ഉള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കൃത്യമായ സോഷ്യൽ മീഡിയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.